ഹലോ മക്കളെ, അപ്പോൾ ഇന്നില്ലേ നമ്മൾ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, നമ്മുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ. അത് ഒരു സിമ്പിൾ നോട്ടാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടാണ് കേട്ടോ. സിമ്പിളായിട്ട് ആവശ്യമുള്ള കണ്ടന്റ് മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ. അല്ലാതെ വാരി വായിച്ചതിലൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു നോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കും ഇങ്ങനത്തെ നോട്ട്സൊക്കെ. ഇങ്ങനത്തെ നോട്ട്സ് ഇങ്ങനത്തെ എല്ലാ ചാപ്റ്ററിൻ്റെയും, അതായത് കെമിസ്ട്രി, ഫിസിക്സ് എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട്സ് ഇങ്ങനത്തെ സിമ്പിൾ ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ്ഫുൾ ആവും ഇങ്ങനത്തെ വീഡിയോസ്. സ്കൂളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ നോട്ട്സ് പെട്ടെന്ന് ചിലപ്പോൾ എഴുതാത്തൊരു വരെ ഉണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ, ഞാൻ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, ഞാൻ പഠിച്ച കാര്യത്തിൽ ഇതൊന്നുമില്ല നോട്ട്സ് ഇങ്ങനെ. അത് എന്താ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റില്ലല്ലോ നോട്ട്സ് ഒന്നും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നല്ല സിമ്പിളാക്കി നോട്ട്സ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. സിമ്പിൾ അല്ലേ കാണുമ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ മക്കളെ, ഇതെല്ലാ കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല സിമ്പിൾ നോട്ടല്ലേ. ഈ ഡാൾട്ടൺ അറ്റോമിക് തിയറി അത് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അധികം ക്രിസ്മസ് ആയാലും ഓണായാലും ഫൈനൽ എക്സാമിന് വരുന്ന ഡാൾട്ടൺ അറ്റോമിക് തിയറി അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൻ്റെ മാസ്റ്റർ യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ പഠിച്ചാൽ നമുക്ക് എക്സസൈസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. നല്ല യൂസ്ഫുള്ളാണ്. ഓക്കെ, പിന്നെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ഈ 5 ലോസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും എക്സാമിന്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ 5 ലോസും. എന്തായാലും പഠിക്കണം. അതൊന്നും പഠിക്കാതെ എക്സാമിന് പോവുകയേ ചെയ്യരുത്. കാരണം എന്തായാലും 2 മാർക്കിന് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണത്. മക്കളെ, ഫിസിക്സിൻ്റെ, കെമിസ്ട്രിൻ്റെയും ബോട്ടണി, സോളജി എല്ലാ വിഷയത്തിലും മാത്സ് ഉൾപ്പെടെ ഇങ്ങനത്തെ വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ഇങ്ങനത്തെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, സേവ് ചെയ്ത് വെക്കണമെന്നില്ല, നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. എന്താ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് സ്റ്റാർസ്, നമ്മുടെ ചാനൽ പേര് ടോപ്പ് സ്റ്റാർസ് എന്നാണ്. അപ്പോൾ അതിൽ കയറി നോക്കി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് സിമ്പിളാക്കാൻ പറ്റുന്ന, റെഫർ ചെയ്യാൻ പറ്റുന്ന നോട്ട്സ് അല്ലേ ഇതൊക്കെ മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ, ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങോട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ച ഫുൾ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ ഒരൊറ്റ വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ കാണുക, എക്സാമിന് പോകുന്ന ഇതൊക്കെ പഠിച്ചിട്ട് പോവുക കേട്ടോ. പിന്നെ മക്കളെ ഒന്ന് പറയാലോ, വീഡിയോ ഫുള്ളായിട്ട് കാണാം. പക്ഷേ എൻ്റെ വോയിസ് ഓവർ ഇപ്പോൾ അവസാനിക്കും. അത് എൻ്റെ വീഡിയോ അവസാനിക്കും, ആരും പോയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഇത് പറയാനുള്ളൂ. പിന്നെ എല്ലാം പറയേണ്ട ആവശ്യമൊന്നും ഇതിലില്ലല്ലോ. നിങ്ങൾക്ക് അറിയാവുന്ന അത് നോട്ട്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ, സിമ്പിളായിട്ട് ആണല്ലോ. അപ്പോൾ നമുക്കിനി പറയേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് സയൻസ് കുട്ടികളാകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ. മാസ്, പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഓക്കെ, പിന്നെ കുട്ടികളെ ലിമിറ്റിംഗ് റിയേജൻറ്റ് അതൊരിക്കലും വിട്ട് കളയരുത് കേട്ടോ. അതൊക്കെ എക്സാമിന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അതിൻ്റെ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, നമ്മുടെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതൊക്കെ നിർബന്ധമായിട്ട് ചോദിക്കും. ലിമിറ്റിംഗ് റിയേജൻ്റെ അതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ മക്കളെ. കുറേ ലിമിറ്റിംഗ് റിയേജൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ ആ വീഡിയോയിൽ വീഡിയോയിൽ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. ലിമിറ്റിംഗ് റിയേജൻ്റെ കുറേ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ, ഈ ചാപ്റ്ററിൻ്റെ. മക്കളിനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.